ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പോഷ ആക്ടിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാം ഭാഗം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വലിയ ആക്ടാണ്, 3 ഭാഗമുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പാർട്ട്, ദ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിട്രസൽ ആക്ട് 2013 അഥവാ പോഷ ആക്ട് പാർട്ട് 2. കംപ്ലൈൻറ്റ് ചാപ്റ്റർ 4 കംപ്ലൈൻറ്റ്. ചാപ്റ്റർ 4 കംപ്ലൈൻറ്റ്. അപ്പോൾ 9 കംപ്ലൈൻറ്റ് ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. കംപ്ലൈൻറ്റ് ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. അപ്പോൾ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ സംഭവം നടന്ന് 3 മാസത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം. ഇനി ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയുണ്ട് എങ്കിൽ ആ ഒരു ലാസ്റ്റ് ഇൻസിഡൻറ്റ് നടന്ന ദിവസം മുതൽ 3 മാസത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ്. നമുക്ക് നോക്കാം. എനി അഗ്രീവ്ഡ് വുമൺ മേ മേക്ക് ഇൻ റൈറ്റിംഗ് എ കംപ്ലൈൻറ്റ് ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് ടു ദ ഇൻറ്റേർണൽ കമ്മിറ്റി. അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലേ. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് മുൻപാകെയാണ് കംപ്ലൈൻറ്റ് സമർപ്പിക്കാനുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചോളുക, ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് മുൻപാകെയാണ് കംപ്ലൈൻറ്റ് സമർപ്പിക്കാനുള്ളത്. വർക്ക് പ്ലേസ് ടു ഇൻറ്റേർണൽ കമ്മിറ്റി. ഇൻറ്റേർണൽ കമ്മിറ്റി ഇല്ലാത്തൊരു സ്ഥലത്താണ് എങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് മുൻപാകെ കംപ്ലൈൻറ്റ് സമർപ്പിക്കണം. ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് സോ കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻസിഡൻറ്റ്. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് ആണ് എങ്കിൽ ലാസ്റ്റ് ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം 3 മാസത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം. ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് മുൻപാകെ, അഥവാ ഇനി ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് എങ്കിൽ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് മുൻപാകെ. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ, ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ് ഇൻ റൈറ്റിംഗ് ആയിട്ട് തന്നെ കൊടുക്കണം. കംപ്ലയിൻറ്റ് ഇൻ റൈറ്റിംഗ് ആയിട്ട് തന്നെ കൊടുക്കണം. ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ കംപ്ലയിൻറ്റ് ഇൻ റൈറ്റിംഗ് ആയി നൽകാൻ പറ്റത്തില്ല. ചിലപ്പോൾ ശാരീരിക മാനസിക എന്തെങ്കിലും പ്രശ്നം കാരണം, ഇപ്പോൾ അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി, അല്ലെങ്കിൽ ശാരീരിക മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ട്രോമയിലൊക്കെ ആയി, അപ്പോൾ അങ്ങനെ ഇൻ റൈറ്റിംഗ് ആയിട്ട് ഈ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർ ഇൻറ്റേർണൽ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയുടെയോ ഒരു മെമ്പർ ഈ ഒരു കംപ്ലൈൻറ്റ് റിട്ടേൺ ഫോമിൽ തന്നെ നൽകാൻ വേണ്ടിയുള്ള എല്ലാവിധ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി ഇപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ, ഇപ്പോൾ ഈ പറയുന്ന ഒരു ലേഡിക്ക് ഭയങ്കര വലിയൊരു ട്രോമ ഉണ്ടായി, അല്ലെങ്കിൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി, പറയുന്ന കോമ സ്റ്റേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ ഒരു ലേഡിക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഈ സംഭവിച്ചതാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഇൻ റൈറ്റിംഗ് ആയിട്ട് ഈ ഒരു കംപ്ലൈൻറ്റ് സമർപ്പിക്കാൻ സാധിക്കുകയില്ലല്ലോ. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ 3 മാസത്തിനുള്ളിൽ ഇൻ റൈറ്റിംഗ് ആയിട്ട് കംപ്ലൈൻറ്റ് നൽകാനുള്ള ഒരു സാഹചര്യം ഈ ഒരു അഗ്രീവ്ഡ് വുമണിന് ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് കൂടുതൽ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് നൽകാം. Provided further that the internal committee or the local complaints committee may, for the reasons to be recorded in writing, extend the time limit not exceeding 3 months if it is satisfied that the circumstances were such which prevented the woman from filing a complaint within the set period. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഏതെങ്കിലുമൊക്കെ പ്രോപ്പറായിട്ടുള്ള വാലിഡ് റീസൺസിൻ്റെ ബേസിസിലാണ് ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ കഴിയാത്തത് എന്ന് ബോധ്യപ്പെടുവാണെങ്കിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് കൂടുതൽ സമയം നൽകാവുന്നതാണ്. ഇനി അപ്പോൾ ശാരീരിക മാനസിക ഏതെങ്കിലും പ്രശ്നം, അതായത് അല്ല എങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ കോമ പോലെയുള്ള സ്റ്റേജ്, അല്ലെങ്കിൽ ഈവൻ ദ വേഴ്സ്റ്റ് കേസ് ഡെത്ത് തന്നെ സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യമാണ് എങ്കിൽ ഈ ഒരു അഗ്രീവ്ഡ് വുമണിൻ്റെ അനന്തരാവകാശി അല്ലെങ്കിൽ ലീഗൽ ഹെയർ, അല്ലെങ്കിൽ ഈ ഒരു അഗ്രീവ്ഡ് പേഴ്സൻ്റെ ബിഹാഫിൽ വരുന്ന ഒരു വ്യക്തിക്ക് കംപ്ലൈൻറ്റ് സമർപ്പിക്കാവുന്നതാണ്. Where the aggrieved woman is unable to make a complaint on account of a physical or mental
ഇൻകപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഡെത്ത് കാരണം ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ലേഡിയുടെ ലീഗൽ എയർ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്, ലീഗൽ അവകാശി ഓർ സച്ച് അതർ പേഴ്സൺ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് മേ മേക്ക് എ കംപ്ലൈൻറ്റ് അണ്ടർ ദിസ് സെക്ഷൻ. ഇനി അടുത്തതാണ് കൺസിലിയേഷൻ. സെക്ഷൻ 10 കൺസിലിയേഷൻ. കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിൽമെൻറ്റ് പോലുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പം നമുക്കറിയാം കേസുകൾ, നമുക്ക് കോടതിയിൽ എത്തുന്ന കേസുകളാണെങ്കിലും കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാനുള്ളൊരു പ്രൊവിഷനുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള ക്രൈംസ് അങ്ങനെ കോടതിക്ക് പുറത്ത് ലീഗൽ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ കോമ്പൗണ്ടബിൾ നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറയും. കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടബിൾ നോൺ കോമ്പൗണ്ടബിൾ, അതായത് ഈ കോഗ്നിസേബിൾ എന്നൊക്കെ നമ്മൾ കേസുകൾ തിരഞ്ഞിരിക്കത്തില്ലേ, കോഗ്നിസേബിൾ, ബെയിലബിൾ, നോൺ ബെയിലബിൾ, അതേപോലെ ഒന്നാണ് കോമ്പൗണ്ടബിൾ നോൺ കോമ്പൗണ്ടബിൾ. ഇതിൽ സീരിയസ് ആയിട്ടുള്ള ക്രൈംസ് ആണ് എങ്കിൽ അത് നമുക്ക് കോടതിക്ക് പുറത്ത് ലീഗൽ സെറ്റിൽമെൻറ്റ് നടത്താൻ പറ്റത്തില്ല. ഇപ്പോൾ മർഡർ, റേപ്പ് പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റിൽമെൻ്റ് ആണ് നമ്മുടെ ഈ കൺസിലിയേഷനും. പക്ഷേ ഇതൊരു മോണിറ്ററി സെറ്റിൽമെൻ്റ് അല്ല. ഇപ്പോൾ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് തോന്നുവാണ് ഇൻ ദ സെൻസ് അഗ്രീവ്ഡ് പേഴ്സൻ്റെ റിക്വസ്റ്റിൻ്റെ ബേസിസിൽ, അഗ്രീവ്ഡ് വുമണിൻ്റെ റിക്വസ്റ്റിൻ്റെ ബേസിസിൽ നമ്മുടെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്കോ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്കോ തോന്നുവാണ് ഈ ഒരു കേസ് അല്ലെങ്കിൽ നമ്മുടെ ഈ അഗ്രീവ്ഡ് വുമണിനെയും റെസ്പോണ്ടൻറ്റിൻ്റെയും കൺസിലിയേഷൻ നടത്തണം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഇവരെ കൺസിലിയേഷന് വിടാം. അപ്പോൾ അങ്ങനെ കൺസിലിയേഷന് വിടുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ സെറ്റിൽമെൻറ്റിൽ എത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിൽ എത്തുവാണെങ്കിൽ മോണിറ്ററി സെറ്റിൽമെൻ്റ് അല്ല, പിന്നീട് തുടരന്വേഷണം ഒന്നും നടത്താൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം കൺസിലിയേഷൻ. ദ ഇൻറ്റേർണൽ കമ്മിറ്റി ഓർ ദ ലോക്കൽ കമ്മിറ്റി മേ ബിഫോർ ഇനിഷ്യേറ്റിംഗ് ആൻ എൻക്വയറി ആൻഡ് അറ്റ് ദ റിക്വസ്റ്റ്, അതായത് എൻക്വയറി നടത്തുന്നതിന്, അന്വേഷണം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അഗ്രീവ്ഡ് വുമണിൻ്റെ റിക്വസ്റ്റിൻ്റെ ബേസിസിൽ ഇവരെ രണ്ടുപേരെയും കോൺസിലിയേഷന് വിടാവുന്നതാണ്. ഇപ്പോൾ കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ മോണിറ്ററി സെറ്റിൽമെൻറ്റ് വരില്ല, ഓർത്ത് വെച്ചോളുക. അതിലൊരിക്കലും ഒരു മോണിറ്ററി സെറ്റിൽമെൻറ്റ് വരുന്നില്ല. ഒരു കോടതിക്ക് പുറത്തുള്ള ഒരു ലീഗൽ സെറ്റിൽമെൻറ്റ് പോലൊരു സംഭവമാണ് ഈ പറയുന്ന കൺസിലിയേഷൻ. പക്ഷേ അതിൽ മോണിറ്ററി സെറ്റിൽമെൻറ്റ് വരുന്നില്ല. ഷാൽ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കൺസിലിയേഷൻ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിൽ ഈ രണ്ട് കൂട്ടരും എത്തുവാണ് എങ്കിൽ ഈ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം, ഈ സെറ്റിൽമെൻറ്റ് ഇവർ രണ്ടുപേരും സെറ്റിൽമെൻറ്റിൽ എത്തി എന്നുള്ള കാര്യം റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ എംപ്ലോയറിന് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസറിന്, ഇപ്പോൾ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ആണെങ്കിൽ എംപ്ലോയറിന്, അല്ല ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ആണ് എങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസറിന് ഈ ഒരു റിപ്പോർട്ട് ഫോർവേഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഇനി മുകൾ നടപടികൾ ടു ടേക്ക് ആക്ഷൻസ് ആസ് സ്പെസിഫൈഡ് ഇൻ ദ റെക്കമെൻഡേഷൻ. പിന്നെ അതേപോലെ തന്നെ തുടരന്വേഷണവും നടത്തത്തില്ല, പിന്നീട് ഒരു തുടരന്വേഷണം വരത്തില്ല. ഈ ഒരു കാര്യം അവരെ അറിയിക്കും, അതായത് എംപ്ലോയറിനെയും ഡിസ്ട്രിക്ട് ഓഫീസറിനെയും അറിയിക്കും. പിന്നെ അവരുടെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നത്. Where settlement has been arrived, the internal committee or the local committee shall record the settlement so arrived and forward the same to employer അല്ലെങ്കിൽ district officer to take action as specified in recommendation. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ കോപ്പീസ് അഗ്രീവ്ഡ് വുമണിനും അതേപോലെ തന്നെ റെസ്പോണ്ടൻറ്റിനും കൈമാറണം. നമ്മുടെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം, ഇപ്പോൾ പറയുന്ന ഈ സെറ്റിൽമെൻറ്റിൻ്റെ ഈ ഒരു റിപ്പോർട്ടോ അതിൻ്റെ ഒരു കോപ്പി റെസ്പോണ്ടൻറ്റിനും അഗ്രീവ്ഡ് വുമണിനും കൈമാറണം. ഫ്രീ ആയിട്ട് കൈമാറണം എന്നുള്ളൊരു കാര്യം നമ്മുടെ നിയമത്തിൽ പറയുന്നില്ല. പല നിയമങ്ങളിലും ജഡ്ജ്മെൻറ്റിൻ്റെ, ഇൻ്ററിം ജഡ്ജ്മെൻറ്റിൻ്റെയും ഫൈനൽ ജഡ്ജ്മെൻറ്റിൻ്റെയും കോപ്പീസ് അക്യൂസ്ഡിനും അതേപോലെ തന്നെ അഗ്രീവ്ഡ് പേഴ്സണും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കൈമാറണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോസ്റ്റ് ആക്റ്റിൽ ഒരിടത്തും ഫ്രീ ആയിട്ട് കൈമാറണം എന്നൊരു കാര്യം പറയുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു എക്സാമിനറിന് നിങ്ങളെ കുഴപ്പിക്കാൻ വേണമെങ്കിൽ ആ ഒരു ഫ്രീ എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ ഇട്ട് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി തരാം, തെറ്റിക്കരുത്. അപ്പോൾ ലോക്കൽ കമ്മിറ്റി ഷാൽ പ്രൊവൈഡ് ദ കോപ്പീസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് റെക്കോർഡഡ് ടു ദ അഗ്രീവ്ഡ് വുമൺ ആൻഡ് ദ റെസ്പോണ്ടൻറ്റ്. ഇനി ഇപ്പോൾ സെറ്റിൽമെൻറ്റ് അറൈവ് ചെയ്തു എങ്കിൽ തുടരന്വേഷണം ഈ പറയുന്ന ഇൻറ്റേർണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി തുടരന്വേഷണം നടത്തരുത്, നമുക്ക് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി അടുത്ത സെക്ഷൻ 11 കംപ്ലയിൻറ്റിൻ്റെ ഇൻക്വയറി ഇൻറ്റു കംപ്ലയിൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ
അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് സർവീസ് റൂൾസിൻ്റെ ഇപ്പോൾ എൻക്വയറി നടത്താം അല്ലേ. ഈ പറയുന്ന എംപ്ലോയി പറയുന്ന ആ ഒരു സ്ഥാപനത്തിലാണ് എങ്കിൽ ഈസി ആയിട്ട് എൻക്വയറി നടത്താൻ പറ്റും. അപ്പോൾ എൻക്വയറി നടത്തി സർവീസ് റൂൾസിൻ്റെ ബേസിസിലാണ് ആ ഒരു വ്യക്തിക്കെതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കേണ്ടത്. നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് സബ്സെക്ഷൻ ആണ് സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 10. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 10, ദ ഇന്റേണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി ഷാൽ, where the respondent is an employee, proceed to make enquiry into the complaint in accordance with the provisions of service rules applicable to the respondent, and where no such rules exist, in such a manner as may be prescribed or in case of a domestic worker. അപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ റെസ്പോണ്ടൻ്റ് ഒരു എംപ്ലോയി ആവുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തിൻ്റെ സർവീസ് റൂൾസിൻ്റെ ബേസിസിലുള്ള എൻക്വയറി ഈ ഒരു വ്യക്തിക്കെതിരെ നടത്താവുന്നതാണ്. ഇനി ഈ പറയുന്ന സ്ഥാപനത്തിൽ ഒരു സർവീസ് റൂൾസ് ഇല്ലാത്ത പക്ഷം ഒരു ഡൊമസ്റ്റിക് വർക്കറിന് വരുന്ന രീതിയിൽ, അപ്പോൾ അതായത് ഡൊമസ്റ്റിക് വർക്കറിന് വരുന്ന രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഒരു കേസ് പോലീസിന് ഫോർവേഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ദ ലോക്കൽ കമ്മിറ്റി ഷാൽ ഇഫ് പ്രൈമ ഫേസി എക്സിസ്റ്റ്. അപ്പോൾ ഇത് ലോക്കൽ കമ്മിറ്റിക്ക് ഇപ്പം നമ്മുടെ സർവീസ് റൂൾസ് ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇന്റേണൽ കമ്മിറ്റി അല്ല, ലോക്കൽ കമ്മിറ്റി. അപ്പോൾ ലോക്കൽ കമ്മിറ്റി വരുന്ന സാഹചര്യത്തിൽ ലോക്കൽ കമ്മിറ്റിക്ക് പ്രൈമ ഫേസി പ്രഥമ ദൃഷ്ട്യ ഈ ഒരു കേസ് നിലനിൽക്കും അല്ലെങ്കിൽ ഈ ഒരു ഒഫൻസ് നടന്നു എന്ന് മനസ്സിലാവുന്ന സാഹചര്യത്തിൽ 7 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന പോലീസിന് ഫോർവേഡ് ചെയ്യണം വിത്തിൻ എ പീരീഡ് ഓഫ് 7 days ഫോർ രജിസ്റ്ററിങ് ദ കേസ്. ഇനി അപ്പോൾ ഇവർ നേരത്തെ സെറ്റിൽമെൻറ്റിലെത്തി എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ കോൺസിലിയേഷൻ പഠിച്ചായിരുന്നല്ലോ. അപ്പം നേരത്തെ ഇവർ കോൺസിലിയേഷൻ നടന്നു, ഇവർ സെറ്റിൽമെൻറ്റിലെത്തി, ഏതെങ്കിലും ഒരു ടേംസിൽ സെറ്റിൽമെൻറ്റിലെത്തി. പക്ഷേ ആ ഒരു ടേംസ് റെസ്പോണ്ടൻ്റ് കൈക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ടേംസ് ലംഘിച്ചു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇൻറ്റേർണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് വീണ്ടും തുടരന്വേഷണം നടത്താവുന്നതാണ്. ആ ഒരു കംപ്ലൈൻറ്റിൽ തുടരന്വേഷണം നടത്താവുന്നതാണ്, അല്ലെങ്കിൽ പോലീസിന് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് വായിക്കാവേ. പ്രൊവൈഡഡ് ദാറ്റ് വേർ ദ അഗ്രീവ്ഡ് വുമൺ ഇൻഫോംസ് അഗ്രീവ്ഡ് വുമൺ ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റീനെ അറിയിക്കുന്നു നേരത്തെ ഉണ്ടാക്കിയ സെറ്റിൽമെൻറ്റിൻ്റെ കണ്ടീഷൻസ് റെസ്പോണ്ടൻ്റ് കംപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് ലംഘിച്ചു. അങ്ങനെ വരുവാണ് എങ്കിൽ ഇന്റേണൽ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് തുടരന്വേഷണം നടത്താം. അതേപോലെ തന്നെ ഈ ഒരു കംപ്ലൈൻറ്റ് പോലീസിന് ഫോർവേഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ 2 പാർട്ടീസും ഈ പറയുന്ന 2 ആൾക്കാരും നമ്മുടെ ഈ 2 ആൾക്കാരും എംപ്ലോയീസ് ആവുന്ന സാഹചര്യത്തിൽ during the course of inquiry be given an opportunity of being heard and a copy of the findings shall be made available to both the parties, enabling them to make representation against the findings before the committee. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ 2 ആൾക്കാരും ഈ എംപ്ലോയീസ് ആണെങ്കിൽ, ഒരേ ഫേമിൻ്റെ എംപ്ലോയീസ് ആണ് എങ്കിൽ ഇവർക്ക് ഇവരുടെ ഭാഗം പറയാനുള്ള ഒരു അവസരവും കൂടെ നൽകണം. എന്നിട്ട് ആ ഒരു ഹിയറിങ്ങിൻ്റെ ബേസിസിലുള്ള കമ്മിറ്റിയുടെ അനുമാനങ്ങളുടെ ഒരു അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിൻ്റെ കോപ്പിയും ഈ 2 കൂട്ടർക്കും കൈമാറണം. ഇനി ഈ ഒരു കോടതിയോ ഇപ്പം ഇത്രയും നേരം കോടതിയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ, ഇതിപ്പോൾ എവിടെ നിന്നാണ് ഒരു കോടതി വന്ന് തോന്നാം, സ്വാഭാവികം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നും കോടതിയോ. അപ്പോൾ കോടതിയുണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞു കോടതിയാണ്. നമ്മുടെ ഈ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയും ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിയൊക്കെ ഒരു കുഞ്ഞു കോടതിയാണ്. ഒരു സിവിൽ കോടതിയുടെ അധികാര പരിധിയുള്ള അല്ലെങ്കിൽ അധികാരങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് ഇവ 2. അപ്പോൾ ഇങ്ങനെ ഒരു കോടതി, അപ്പോൾ ഇങ്ങനെ ഒരു അതുകൊണ്ടാണ് ഇതിനെ കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർട്ടിന് വേണമെങ്കിൽ ഇത്ര എമൗണ്ട് കോമ്പൻസേഷനായിട്ട് റെസ്പോണ്ടൻറ്റിൻ്റെ അടുത്ത് നിന്ന് അഗ്രീവ്ഡ് വുമണിന് കൈമാറാൻ പറയാവുന്നതാണ്. ദ കോർട്ട് മേ വെൻ ദ റെസ്പോണ്ടൻറ്റ് ഇസ് കൺവിക്റ്റഡ് ഓഫ് ദ ഒഫൻസ്, അതായത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ശേഷം ഓർഡർ പേയ്മെൻറ്റ് ഓഫ് സച്ച് സംസ് ആസ് ഇറ്റ് മേ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ടു ദ അഗ്രീവ്ഡ് വുമൺ ബൈ ദ റെസ്പോണ്ടൻറ്റ്. ഇനി അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സിവിൽ കോടതിയുടെ അധികാര പരിധി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിവിൽ കോടതിയുടെ അധികാരങ്ങൾ എന്താണ്? ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉള്ള ഒരു വ്യക്തിയെ സമൺ ചെയ്യാനുള്ള അധികാരം, സത്യവാങ്മൂലത്തിന് മുകളിൽ എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള അധികാരം,
ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പബ്ലിക് റെക്കോർഡ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫയൽ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി ആക്സസ് ചെയ്യാനോ ഉള്ള അധികാരം, അതേപോലെ തന്നെ ഒരു ഡോക്യുമെൻ്റ് പ്രിസർവ് ചെയ്യാനോ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒരു വ്യക്തിയെ ഏൽപ്പിക്കാൻ ഓത്തറൈസ് ചെയ്യാനുള്ള അധികാരം, ഇതെല്ലാം സിവിൽ കോടതിയുടെ പല അധികാരങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഈ അധികാരങ്ങൾ summoning and enforcing the attendance of any person and examining him or not, ഏതൊരു വ്യക്തിയെയും സമോൺ ചെയ്യാനുള്ള അധികാരം, അദ്ദേഹത്തിനെ കോടതിയിൽ വരുത്താനുള്ള ആ ഒരു ഉറപ്പുള്ള ഒരു അധികാരം, എക്സാമിനിങ് ഹിം ഓർ നോട്ട്, അതേപോലെ തന്നെ requiring the discovery and production of documents and any other matter which may be prescribed. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻക്വയറി 90 ദിവസത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 90 ദിവസം 3 മാസത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി അടുത്ത ചാപ്റ്റർ 5ലേക്ക് വരുന്ന സമയത്ത് എൻക്വയറി ഇൻറ്റു കംപ്ലയിൻറ്റ്, ആക്ഷൻ ഡ്യൂറിങ് പെൻഡൻസി ഓഫ് എൻക്വയറി, അതാണ് സെക്ഷൻ 12 ആക്ഷൻ ഡ്യൂറിങ് പെൻഡൻസി ഓഫ് എൻക്വയറി. അപ്പോൾ ഈ ഒരു ഇൻക്വയറി തീരുന്ന വരെയുള്ള കാലഘട്ടം, അതായത് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു, അത് കഴിഞ്ഞ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു, ഇൻക്വയറി പൂർത്തിയാവുന്ന വരെയുള്ള സമയം, ആ ഒരു ഇടക്കാലം ഇല്ലേ, അപ്പം ഈ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഈ അഗ്രീവ്ഡ് വുമൺ ഏറ്റവും കൂടുതൽ ശാരീരിക മാനസികമായിട്ടുള്ള ട്രോമയിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു അഗ്രീവ്ഡ് വുമണിനെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ട വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എൻക്വയറിയുടെ പെൻഡിങ് കിടക്കുന്ന ഒരു സമയത്ത് നമ്മുടെ അഗ്രീവ്ഡ് വുമണിൻ്റെ റിക്വസ്റ്റിൻ്റെ ബേസിസിൽ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് എംപ്ലോയറിനോട് നിർദ്ദേശിക്കാം. ഒന്നെങ്കിൽ ഈ അഗ്രീവ്ഡ് വുമൺ അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിനെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ല എങ്കിൽ അഗ്രീവ്ഡ് വുമണിന് 3 മാസത്തെ, ഏറ്റവും കുറഞ്ഞത് 3 മാസത്തെ ലീവെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. ഈ 3 മാസത്തെ ലീവ് എന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ള ലീവല്ല, ഈ ഒരു ലേഡിക്ക് ഓൾറെഡി എൻടൈറ്റിൽഡ് ആയിട്ടുള്ള കുറേ ലീവ് കാണും, അതിന് പുറമേ 3 മാസത്തെ ലീവും കൂടെ പ്രൊവൈഡ് ചെയ്യണം. കാരണം ആ ഒരു ട്രോമയൊക്കെ കുറയാൻ, കാരണം ഈ പറയുന്ന ഓഫീസിൽ വെറുതെ വന്നിരുന്നാലും ചിലപ്പോൾ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഗ്രാൻഡ് ട്രാൻസ്ഫർ ദ അഗ്രീവ്ഡ് വുമൺ ഓർ ദ റെസ്പോണ്ടൻറ്റ് ടു എനി അതർ വർക്ക് പ്ലേസ് ഓർ ഗ്രാൻഡ് ലീവ് ടു ദ അഗ്രീവ്ഡ് വുമൺ അപ് ടു എ പീരീഡ് ഓഫ് 3 മാസമാണ്, അപ് ടു എ പീരീഡ് ഓഫ് 3 months. അല്ല എങ്കിൽ ഈ അഗ്രീവ്ഡ് വുമണിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സമാശ്വാസം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. ഇനി ദ ലീവ് ഗ്രാൻഡഡ് ടു ദ അഗ്രീവ്ഡ് വുമൺ അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബീൻ, നമ്മൾ പറഞ്ഞ കാര്യം ഓൾറെഡി എൻടൈറ്റിൽഡ് ചെയ്തിട്ടുള്ള ലീവല്ല, അതിന് പുറമേ 3 മാസത്തെ ലീവും കൂടെ ഗ്രാൻഡ് ചെയ്യണം. ഈ ഒരു കാര്യമാണ് പറയുന്നത്. ഇനി അപ്പോൾ ഓൺ ദ റിക്കമെൻഡേഷൻ ഓഫ് ദ ഇന്റേണൽ കമ്മിറ്റി ഓർ ദ ലോക്കൽ കമ്മിറ്റി എംപ്ലോയർ ഷാൽ ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന ഇന്റേണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ എംപ്ലോയർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ആക്ഷൻസ് എടുക്കണം. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് അറിയിക്കുകയും വേണം ഈ കമ്മിറ്റിക്ക്. എംപ്ലോയർ ഷാൽ ഇംപ്ലിമെൻറ്റ് ദ റിക്കമെൻഡേഷൻസ് മെയ്ഡ്. എംപ്ലോയർ ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആൻഡ് സെൻഡ് ദ റിപ്പോർട്ട് ഓഫ് സച്ച് ഇംപ്ലിമെൻറ്റേഷൻ. ഈ പറയുന്ന ഇന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്നുള്ള റിപ്പോർട്ടും ആർക്ക് സമർപ്പിക്കണം? ഇന്റേണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് മുൻപാകെ സമർപ്പിക്കണം. ഇനി അടുത്ത സെക്ഷൻ 13 ആണ് ഇൻക്വയറി റിപ്പോർട്ട്. സെക്ഷൻ 13 എൻക്വയറി റിപ്പോർട്ട്. അപ്പോൾ ഓൺ ദ കംപ്ലീഷൻ ഓഫ് ആൻ എൻക്വയറി അണ്ടർ ദിസ് ആക്ട്, ഇന്റേണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി ഷാൽ പ്രൊവൈഡ് എ റിപ്പോർട്ട് ഓഫ് ഇറ്റ്സ് ഫൈൻഡിങ്സ് ടു ദ എംപ്ലോയർ ഓർ ഡിസ്ട്രിക്ട് ഓഫീസർ വിത്തിൻ എ പീരീഡ് ഓഫ് 10 days ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ എൻക്വയറി. ഈ എൻക്വയറി കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഇന്റേണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി എംപ്ലോയറിന് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസറിന് കൈമാറിയിരിക്കണം. ആൻഡ് സച്ച് റിപ്പോർട്ട് ബി മെയ്ഡ് അവൈലബിൾ ടു ദ കൺസേൺ പാർട്ടീസ്. അതേപോലെ തന്നെ ഈ റിപ്പോർട്ട് അഗ്രീവ്ഡ് വുമണിനും അതേപോലെ റെസ്പോണ്ടന്റിനും കൈമാറിയിരിക്കണം. ഇപ്പോൾ ഇൻക്വയറി കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ എംപ്ലോയറിന്, ഇന്റേണൽ കമ്മിറ്റി ആണെങ്കിൽ എംപ്ലോയറിന്, ലോക്കൽ കമ്മിറ്റി ആണ് എങ്കിൽ ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റി ആണ് എങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസറിന് 10 ദിവസത്തിനുള്ളിൽ കൈമാറിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ കൈമാറിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഈ പറയുന്ന കൺസേൺഡ് പാർട്ടീസ്, ദാറ്റ് മീൻസ് അഗ്രീവ്ഡ് വുമണിനും റെസ്പോണ്ടന്റിനും ഇതിൻ്റെ കോപ്പിയും കൈമാറിയിരിക്കണം.
ഇനി where the internal committee or the local committee arrives at the conclusion that the allegation against the respondent has not been proved, it shall recommend to the employer and the district officer that no action is required to be taken in that matter. അപ്പോൾ ഈ റെസ്പോണ്ടൻറ്റിനെതിരെ ഒരു ആരോപണം വന്നു. പക്ഷേ ഈ ഒരു റെസ്പോണ്ടൻറ്റിനെതിരെയുള്ള ആരോപണം തെളിയിക്കാൻ വേണ്ട പ്രോപ്പറായിട്ടുള്ള എവിഡൻസുകൾ ഇല്ല എങ്കിൽ ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് എംപ്ലോയറിനോട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസറിന് ശുപാർശ ചെയ്യാം. ഈ വ്യക്തിക്കെതിരെ, റെസ്പോണ്ടൻറ്റിനെതിരെ അല്ലെങ്കിൽ തെറ്റുകാരനാണ് എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കെതിരെ യാതൊരു തരത്തിലുള്ള തെളിവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കരുത് എന്ന് ശുപാർശ ചെയ്യാനുള്ള അധികാരം ഇൻറ്റേർണൽ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും ഉണ്ട്. ഇനി ഈ പറയുന്ന ഒരു ശരിക്കുമുള്ള ഒരു സംഭവം നടന്നു, പക്ഷേ ഒരു പ്രൂഫ് നൽകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും അലിഗേഷൻ നടന്നില്ല അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് നടന്നില്ല എന്നല്ല ഇതിൻ്റെ ഒരു അർത്ഥം കേട്ടോ. Where the internal committee or local committee arrives at the conclusion that the allegation against the respondent has been proved, it shall recommend to the employer or the district officer as the case may be. ഇനി ഇതിന് പകരം ഈ പറയുന്ന ശരിക്കും ഒരു പ്രൂഫ് ലഭിക്കുകയാണ് എങ്കിൽ ഈ പ്രൂഫ് ലഭിച്ചു, പ്രഥമ ദൃഷ്ട്യാ ഈ ഒരു വ്യക്തി കുറ്റക്കാരനാണ്, പ്രഥമ ദൃഷ്ട്യാലെന്നല്ല ഈ ഒരു വ്യക്തി കുറ്റക്കാരനാണ്, അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടിയല്ല സർവീസ് റൂൾസിൻ്റെ ബേസിസിലുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് ശുപാർശ ചെയ്യാം. ഇനി ടു ടേക്ക് ആക്ഷൻ ഫോർ സെക്ഷൽ ഹരാസ്മെൻറ്റ്, അതായത് നിലവിലുള്ള ഈ ഒരു വ്യക്തിക്ക് റെസ്പോണ്ടൻറ്റിൻ്റെ സർവീസ് റൂൾസിൻ്റെ ബേസിസിലുള്ള നടപടികൾ സ്വീകരിക്കാൻ എംപ്ലോയറിനോട് ശുപാർശ ചെയ്യാം. To take action for sexual harassment as the misconduct in accordance with the provisions of the service rules applicable to the respondent or where no such service rules has been made in such manner as be prescribed. ഇനി അതേപോലെ തന്നെ ഈ റെസ്പോണ്ടൻറ്റിൻ്റെ സാലറി അല്ലെങ്കിൽ വേജിൽ നിന്ന് ഇന്ന തുക അല്ലെങ്കിൽ ഇത്ര തുക അഗ്രീവ്ഡ് വുമണിന് കൈമാറാം. അത് ഈ എംപ്ലോയറിന് നേരിട്ട് തന്നെ അഗ്രീവ്ഡ് വുമണിന് കൈമാറാം. ഇനി എങ്ങാനും ഈ പറയുന്ന റെസ്പോണ്ടൻ്റ് ജോലി രാജിവെച്ചു അല്ലെങ്കിൽ മറ്റു ജോലിയിൽ നിന്ന് മാറി, അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ റെസ്പോണ്ടൻ്റ് തന്നെ അഗ്രീവ്ഡ് വുമണിന് ഈ ഒരു കോമ്പൻസേഷൻ എമൗണ്ട് ഡയറക്റ്റായി കൈമാറാനുള്ള ഒരു വിധിയും പുറപ്പെടുവിക്കാവുന്നതാണ്. To detect notwithstanding anything in the service rules applicable to the respondent from the salary or wages of the respondent, such sum as it may consider appropriate to be paid to the aggrieved woman or to her legal heirs as it may determine. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഈ പറയുന്ന ഡെത്തൊക്കെ സംഭവിച്ചാലാണ് ലീഗൽ ഹെയറിന് വരുന്നത്, ലീഗൽ എയറിന് വരുന്നത്, ഹെയർ അല്ല എയർ. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ദ എംപ്ലോയർ ഈസ് അണേബിൾ ടു മേക്ക് സച്ച് ഡിഡക്ഷൻ. ഇതാണ് നമ്മൾ ആ ഒരു വ്യക്തി ജോലി രാജിവെച്ചോ അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും ജോലിയിലൊക്കെ പോവുകയാണെങ്കിൽ ഡിഡക്ഷൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ റെസ്പോണ്ടൻ്റ് ഡയറക്റ്റായിട്ട് അഗ്രീവ്ഡ് പേഴ്സണ് പേയ്മെൻറ്റ് നടത്തണം. ഇനി അപ്പം എന്നിട്ടും റെസ്പോണ്ടൻ്റ് ഈ പറയുന്ന പൈസ അല്ലെങ്കിൽ ഈ ഒരു കോമ്പൻസേഷൻ നൽകാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ ഭൂനികുതി കുടിശ്ശിക ഈടാക്കുന്ന അതേ രീതിയിൽ, ഭൂനികുതി നമ്മുടെ ലാൻഡ് ടാക്സ് ഭൂനികുതി കുടിശ്ശിക ഈടാക്കുന്ന അതേ രീതിയിൽ തന്നെ റെസ്പോണ്ടൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു തുക മേടിച്ചെടുക്കാനുള്ള ഒരു നിർദ്ദേശം നൽകാം. ആർക്ക്? ഈ പറയുന്ന ആര് മേടിച്ചെടുക്കാൻ? ഡിസ്ട്രിക്ട് ഓഫീസർ മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകാവുന്നതാണ്. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇൻ കേസ് ദ റെസ്പോണ്ടൻറ്റ് ഫെയിൽസ് ടു പേ ദ സം, the internal committee അല്ല എങ്കിൽ local committee may forward the order for recovery of the sum as an arrear of land revenue. നമ്മുടെ ഭൂനികുതി കുടിശ്ശിക വന്നാൽ എങ്ങനെയാണ് അത് പിരിച്ചെടുക്കുന്നത് അതേ രീതിയിൽ to the concerned district officer. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി the employer അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജില്ലാ ഓഫീസർ ഷെൽ ആക്ട് അപ്പോൺ ദ റെക്കമെൻഡേഷൻ വിത്തിൻ 60 days ഓഫ് ഇറ്റ്സ് റിസീവ്ഡ് ബൈ ഹിം. അദ്ദേഹത്തിന് ലഭിച്ച 60 ദിവസത്തിന് അതിന് മുകളിൽ ആക്ഷൻ നടപടി സ്വീകരിച്ചിരിക്കണം. ഇനി സെക്ഷൻ 14 വരുന്ന സമയത്ത് പണിഷ്മെൻറ്റ് ഫോർ ഫാൾസ് ഓർ മെലീഷ്യസ് കംപ്ലയിൻറ്റ് ആൻഡ് ഫാൾസ് എവിഡൻസ്.
ഇപ്പോൾ തെറ്റായിട്ടുള്ള ഫോൾസ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ്, മെലീഷ്യസ് ഡോക്യുമെൻറ്റ്സ് ഹാജർ ചെയ്യുന്ന, ഫോൾസ് ഡോക്യുമെൻറ്റ്സ് ഹാജർ ചെയ്യുന്ന, ഫോൾസ് ആയിട്ടുള്ള എവിഡൻസ്, ഫോൾസ് ആയിട്ടുള്ള വിറ്റ്നസ് ടെസ്റ്റിമോണി നൽകുന്നത്, ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 14. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് അന്വേഷണ സമയത്ത് മനസ്സിലായി ഇത് തെറ്റായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ എഗെയിൻസ്റ്റ് ഈ പറയുന്ന തെറ്റായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് എന്ന് മനസ്സിലാവുകയാണ്, കംപ്ലയിൻ്റ് തെറ്റാണ് എന്ന് മനസ്സിലാവുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു റെസ്പോണ്ടൻറ്റിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. Where the internal committee or the local committee, as the case may be, arrives at a conclusion that allegation against the respondent is malicious or the aggrieved woman or any other person making the complaint has made the complaint. ഈ പറയുന്ന ഒന്നെങ്കിൽ അഗ്രീവ്ഡ് വുമൺ അല്ലെങ്കിൽ അഗ്രീവ്ഡ് വുമണിൻ്റെ ബിഹാഫിൽ ഈ ഒരു കംപ്ലയിൻറ്റ് നൽകിയ ഒരു വ്യക്തി തെറ്റായിട്ടുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് നൽകിയത് എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ the aggrieved woman or any other person making the complaint has produced any forged or misleading document. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു അഗ്രീവ്ഡ് വുമൺ അല്ലെങ്കിൽ അഗ്രീവ്ഡ് വുമണുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഈ ഒരു കംപ്ലയിൻറ്റിൻ്റെ സ്ട്രോങ്നെസ് കൂട്ടാൻ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഒരു ഫോഴ്സ്ഡ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് എവിഡൻസ് ആണ് യൂസ് ചെയ്തത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ എംപ്ലോയറിന് അല്ലെങ്കിൽ ജില്ലാ ഓഫീസറിനോട് റിക്കമെൻഡ് ചെയ്യാം ഈ ഒരു ലേഡിക്കെതിരെ, അതായത് അഗ്രീവ്ഡ് വുമൺ അല്ലെങ്കിൽ അഗ്രീവ്ഡ് വുമണിൻ്റെ ബിഹാഫിൽ ഈ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത വ്യക്തിക്കെതിരെ സർവീസ് റൂൾസിൻ്റെ ബേസിസിലുള്ള നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകാം. ഇറ്റ് മേ റെക്കമെൻഡ് ടു ദ എംപ്ലോയർ ഓർ ദ ഡിസ്ട്രിക്ട് ഓഫീസർ to take action against the woman or the person who has made the complaint in accordance with the provisions of the service rules in the basis ഉള്ള നിയമ നടപടിയാണ് applicable to her or him or where no such service rules exist in such manner as be prescribed. ഇനി ഒരു പ്രൂഫ് സമർപ്പിക്കാൻ പറ്റിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞാണ് പ്രൂഫ് സമർപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാരണത്താൽ ഇങ്ങനെ ഒരു ഹരാസ്മെൻറ്റ് നടന്നിട്ടില്ല എന്ന് ഒരു അന്വേഷണ റിപ്പോർട്ട് വരത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കമ്മിറ്റിക്ക് എത്താൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് എ മിയർ ഇനബിലിറ്റി ടു സബ്സ്റ്റാൻഷിയേറ്റ് എ കംപ്ലയിൻറ്റ് ഓർ പ്രൊവൈഡ് എഡ്യൂക്കേറ്റ് പ്രൂഫ് നീഡ് നോട്ട് അട്രാക്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്രീവ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രീവ്ഡ് പേഴ്സൻ്റെ ബിഹാഫിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന വ്യക്തിക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ പറ്റത്തില്ല. തെറ്റായിട്ടുള്ള ഒരു ഫേക്കായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് എങ്കിൽ മാത്രമേ അഗ്രീവ്ഡ് വുമൺ അല്ലെങ്കിൽ അഗ്രീവ്ഡ് വുമണിൻ്റെ ബിഹാഫിൽ കംപ്ലയിൻറ്റ് നൽകുന്ന ഒരു വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രൂഫ് കാണിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അഗ്രീവ്ഡ് വുമണിനെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഇനി പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് the malicious intent on part of the complaint shall be established after an inquiry in accordance with the procedure prescribed before an action is recommended. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഇൻക്വയറിയുടെ ഭാഗമായിട്ട് ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള വിറ്റ്നസ് ടെസ്റ്റിമോണി നൽകിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റായിട്ടുള്ള ഒരു സാക്ഷി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഫേക്കായിട്ടുള്ള ഒരു സാക്ഷി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിക്കെതിരെ സർവീസ് റൂൾസ് പ്രകാരമുള്ള നിയമ നടപടിക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? അടുത്തയാണ് 2. Where the internal committee or the local committee, as the case may be, arrives at a conclusion that during the inquiry any witness has given false evidence or produced any forged or misleading document, it may recommend to the employer of the witness അല്ലെങ്കിൽ ജില്ലാ ഓഫീസർ to take action in accordance with the provisions of service rules applicable to the said witness or where no such service rules exist in such manner. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഈ ഒരു ഇൻക്വയറിയുടെ സമയത്ത് ഏതെങ്കിലും ഒരു വിറ്റ്നസ് തെറ്റായിട്ടുള്ള ഒരു വിറ്റ്നസ് ടെസ്റ്റിമോണി അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് ഈ കേസിൻ്റെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഉണ്ടാക്കി എന്ന് അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സൃഷ്ടിച്ച വ്യക്തി അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ടെസ്റ്റിമോണി നൽകിയ വിറ്റ്നസിനെതിരെ സർവീസ് ചട്ടങ്ങളുടെ ബേസിസ്. ഇനി അടുത്തത് സെക്ഷൻ 15 ഡിറ്റർമിനേഷൻ ഓഫ് കോമ്പൻസേഷൻ. അപ്പോൾ നമ്മുടെ റെസ്പോണ്ടൻ്റ്
അല്ലെങ്കിൽ റെസ്പോണ്ടന്റിനോട് അഗ്രീവ്ഡ് വുമണിന് കോമ്പൻസേഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് പല കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പൻസേഷൻ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ റെസ്പോണ്ടൻ്റ് അഗ്രീവ്ഡ് പേഴ്സണ് നൽകണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ കണക്കിലെടുക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. മെൻ്റൽ ട്രോമ, പെയിൻ, സഫറിങ് ആൻഡ് ഇമോഷണൽ ഡിസ്ട്രെസ് കോസ് ടു ദ അഗ്രീവ്ഡ് വുമൺ. ഈ ഒരു അഗ്രീവ്ഡ് വുമൺ, ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് അവർക്ക് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന മെൻ്റൽ ട്രോമ, പെയിൻ, സഫറിങ്, ഇമോഷണൽ ഡിസ്ട്രെസ് ഇതെല്ലാം കണക്കിലെടുക്കും. അതേപോലെ തന്നെ അവരുടെ ഈ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് കാരണം അവർക്ക് അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അവർക്ക് പല ദിവസം ജോലിക്ക് ഹാജരാവാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത് കണക്കിലെടുക്കണം. അതേപോലെ തന്നെ ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസ് കണക്കിലെടുക്കണം. അതേപോലെ തന്നെ ഈ ഒരു റെസ്പോണ്ടൻറ്റിൻ്റെ ഇൻകമും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കണക്കിലെടുക്കണം. റെസ്പോണ്ടൻറ്റിൻ്റെ കേട്ടോ, അഗ്രീവ്ഡ് പേഴ്സൺ അല്ല, റെസ്പോണ്ടൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഇൻകമും കണക്കിലെടുക്കണം. അതേപോലെ തന്നെ ഈ ഒരു തുക അത് ലംസം ഒരു വലിയൊരു ബൾക്ക് എമൗണ്ട് ആയിട്ട് കൈമാറണമോ അല്ലെങ്കിൽ മാസാമാസം കൈമാറണോ എന്നുള്ള കാര്യവും കൂടെ അഗ്രീവ്ഡ് പേഴ്സണുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം അതും കൂടെ കണക്കിലെടുക്കണം. ഇനി സെക്ഷൻ 16 വരുന്ന സമയത്ത് prohibition of publication or making non-contents of complaint and inquiry proceedings. സെക്ഷൻ 16 എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ എൻക്വയറിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടോ അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും കണ്ടൻറ്റോ അല്ലെങ്കിൽ അഗ്രീവ്ഡ് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പുറം ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ പ്രിൻ്റ് ചെയ്യുകയോ ചെയ്യുവാണ് എങ്കിൽ അതൊരു തെറ്റായ അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ്. അപ്പോൾ അത് സർവീസ് റൂൾസ് പ്രകാരമുള്ള ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ്. അപ്പോൾ ആ ഒരു കുറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി പ്രിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ മെമ്പർ അല്ലെങ്കിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മെമ്പർ ഇവരെ പുറത്താക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ സെക്ഷൻ 16 പറ്റി പറഞ്ഞിട്ടുണ്ടേ. ഇപ്പം നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ദ കണ്ടൻസ് ഓഫ് ദ കംപ്ലൈൻറ്റിൻ്റെ കണ്ടൻറ്റ് അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അഡ്രസ് അഗ്രീവ്ഡ് പേഴ്സൻ്റെയും റെസ്പോണ്ടൻറ്റിൻ്റെ വിറ്റ്നസിൻ്റെ അപ്പോൾ ഇതെല്ലാം വെളിവാകുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യാനോ പ്രിൻ്റ് ചെയ്യാനോ സർക്കുലേറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. ഇത് മാത്രമല്ല എൻക്വയറി പ്രൊസീഡിങ്സ് അതേപോലെ എൻക്വയറി റിപ്പോർട്ട് ഇതൊന്നും ഈ പറയുന്ന ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. റെക്കമെൻഡേഷൻസ് ഓഫ് ഇൻറ്റേർണൽ കമ്മിറ്റി ആക്ഷൻസ് അത് ആ കാര്യങ്ങളെല്ലാം under the provisions of this shall not be published, communicated or made to be known to the public, press and media in any manner. ഇനി അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു കാര്യം ഈ പറയുന്ന പ്രിൻ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്കെതിരെ സർവീസ് നടപടികളുടെ ബേസിസിൽ സർവീസ് റൂൾസിൻ്റെ ബേസിസിലുള്ള നടപടി സ്വീകരിക്കണം. ഇപ്പോൾ ഈ സർവീസ് റൂൾസ് എന്ന് പറയുമ്പോൾ ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ സർവീസ് റൂൾസാണ്. ഇപ്പോൾ പ്രൈവറ്റ് ജീവനക്കാരുടെ സർവീസ് റൂൾസ് അല്ല ഗവൺമെൻറ് ജീവനക്കാർ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ നാളെ നിങ്ങളും ഒക്കെ സംസ്ഥാന സർക്കാർ ജീവനക്കാരാവും. അപ്പോൾ നിങ്ങളെ ഗവൺ ചെയ്യുന്നത് KSRും KSSRൻ്റെയൊക്കെ ബേസിസിലാണ്. നിങ്ങളുടെ സർവീസ് റൂൾസാണ് KSR KSSR ഒക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസുകാരാണെങ്കിൽ അവർക്ക് ഓൾ ഇന്ത്യ സർവീസ് റൂൾസാണ്. ഇപ്പോൾ അല്ലേ നമ്മുടെ ഈ ഓൾ ഇന്ത്യ സർവീസ് ചട്ടങ്ങളുടെയൊക്കെ വയലേഷൻ്റെ ബേസിസിലോ അടുത്തിടെ 2 IAS ഉദ്യോഗസ്ഥരെയൊക്കെ ഒരാളെ കുറച്ചധികം 1 വർഷത്തോളം ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരാളെ കുറച്ച് മാസങ്ങളോളം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഗവൺമെൻറ്റൊക്കെ വന്നപ്പോൾ അവർ 2 പേരെയും തിരിച്ചെടുത്തു. അവരെ ഓൾ ഇന്ത്യ സർവീസ് ചട്ടങ്ങളുടെ ബേസിസിലായിരുന്നു അവരെ അന്ന് സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ അതേപോലെ ഓരോ സർവീസിലിരിക്കുന്ന ആൾക്കാർക്കും അവരവരുടേതായ സർവീസ് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ സർവീസ് റൂൾസിൻ്റെ ബേസിസിലുള്ള നടപടികളാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് ഇൻഫർമേഷൻ മേ ബി ഡിസെമിനേറ്റഡ് റിഗാർഡിംഗ് ദ ജസ്റ്റിസ് സെക്യൂർഡ്. അപ്പോൾ പക്ഷേ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇരയ്ക്ക് നീതി ലഭിച്ചു, ഇരയാക്കപ്പെട്ട ആ ഒരു വ്യക്തിക്ക് നീതി ലഭിച്ചു എന്നുള്ള ഒരു ഡേറ്റ പബ്ലിഷ് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും
വെളിവാകുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യാനോ പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലെത്താനോ പാടില്ല. ഇനി അടുത്ത 17, പെനാൽറ്റി ഫോർ പബ്ലിക്കേഷൻ ഓർ മേക്കിംഗ് നോൺ കണ്ടൻസ് ഓഫ് കംപ്ലയിൻറ്റ് ആൻഡ് എൻക്വയറി പ്രൊസീഡിങ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെനാൽറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സർവീസ് റൂൾസ് പ്രകാരമുള്ള പെനാൽറ്റിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തി, അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിക്കെതിരെ സർവീസ് റൂൾസ് പ്രകാരമുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇനി അപ്പീൽ. ഇപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ കണ്ടെത്തലിന് അല്ലെങ്കിൽ ഇൻക്വയറി റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ജഡ്ജ്മെൻറ്റ് തൃപ്തികരമല്ല അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ മുകളിൽ ആക്ഷേപമുള്ള ഒരു അഗ്രീവ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ റെസ്പോണ്ടൻറ്റിന് മേൽക്കോടതിയിലേക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. മേൽക്കോടതിയിലേക്ക് അല്ലെങ്കിൽ ട്രൈബ്യൂണലിലേക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ സമർപ്പിക്കുന്ന ഒരു അപ്പീൽ 90 ദിവസത്തിനകത്ത് സമർപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം ഭാഗത്തിനകത്തുള്ളത്. നന്നായി പഠിക്കുക. താങ്ക് യു.